ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വൃക്ഷവര്യന്മാരും കപിശ്രേഷ്ഠന്മാരും ആനന്ദം നിറഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കാകുത്സ്ഥൻ സുഗ്രീവനോട്, സുഹൃത്വീര്യനായ സുഗ്രീവ, ദേവാസുരന്മാരാൽ അദൃശ്യമായ കിഷ്കിന്ധാ നഗരിയിലേക്ക് പോയി അമാത്യന്മാരോടൊന്നിച്ച് നിർബാധം നാടുഭരിക്കൂ. അതിപ്രീതിയോടെ ഈ അംഗദനെയും ഹനുമാനെയും കരുത്തേറിയ നാളനെയും ശശൂരനായ വീരസുഷേണനെയും ശക്തന്മാരിൽ അദ്വിതീയനായ താരനെയും ഏതൊരാൾക്കും നേരിടാൻ കഴിയാത്ത കുമുദനെയും ബഹുബലാന്വിതനായ നീലനെയും മഹാവീരന്മാരായ ശതബലി, മൈന്ദൻ, ദിവിതൻ, ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, ഗന്ധമാദനൻ മുതലായവരെയും വിക്രാന്തനായ ഋഷഭനെയും വിഘ്നനും ശക്തനുമായ ജാമ്പവാനെയും എന്തിനധികം എനിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാത്മാക്കളെ എല്ലാവരെയും ഭരിക്കൂ. ഒരു വിധത്തിലുള്ള അപ്രിയവും ഇവരിൽ ഒരിക്കലും അങ്ങ് ചെയ്യരുത്. ഗാഠഗാഠം സുഗ്രീവനെ ആലിംഗനം ചെയ്തു. സമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഭീഷണനോട് മധുരമധുരമായി തുടർന്നു. സുസ്നേഹിതനായ അസുരേന്ദ്ര, ധർമ്മത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ലങ്കയെ പരിപാലിക്കൂ. അങ്ങ് ധർമ്മിഷ്ഠനാണെന്ന് എനിക്കറിയാം. മാത്രമല്ല, പ്രജകൾക്കും സഹോദരനായ വൈശ്രവണനും ഈ അഭിപ്രായം തന്നെയാണുള്ളത്. അരജവരനായ അങ്ങ് എന്തു വന്നാലും ഒരിക്കലും അധർമ്മത്തിൽ മനസ്സ് വയ്ക്കരുത്. ധാർമ്മിക ബുദ്ധിയുള്ള മന്നവന്മാരാണ് അനേകകാലം ഊഴിയെ സംരക്ഷിക്കുന്നവർ. ലങ്കേശ്വര, സുഗ്രീവനെയും എന്നെയും ഏറ്റവും പ്രീതിയോടെ അങ്ങ് എപ്പോഴും ഓർക്കണം. യാതൊരു വിധത്തിലുള്ള അഴലുകളും അങ്ങേക്ക് ഉണ്ടാവുകയില്ല, സസുഖം പോയാലും. ശ്രീരാമചന്ദ്രനെ അവരോരോരുത്തരും വീണ്ടും വീണ്ടും പ്രശംസിച്ചു. ഐകകണ്ഠ്യമായി പറഞ്ഞു, മഹാബാഹുവായ അവിടത്തേക്ക് അത്ഭുത വീര്യവും അചിന്ത്യ ബുദ്ധിയുമുണ്ട്. ദേവദേവനായ വിധാതാവിനെ പോലെ മഹാമാധുര്യം എപ്പോഴും പ്രകാശിക്കുന്നു. വാനരന്മാരും അരക്കന്മാരും ഇങ്ങനെ പറയുമ്പോൾ ശ്രീ ഹനുമാൻ ആ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, മഹാപ്രഭോ, അടിയന് നിന്തിരുവഴിയിലുള്ള നിഷ്കളങ്ക പ്രേമം എന്നും നിലനിൽക്കണേ. മഹാവീരനായ ലോകനാഥ, ഉറച്ച ഭക്തി എന്നും ഉണ്ടാകണേ. ക്ഷണികങ്ങളായ ഭോഗസുഖങ്ങളിൽ ഒരിക്കലും മനസ്സ് ചെല്ലരുതേ. ശ്രീരാമചന്ദ്ര ചരിതം ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ദേഹത്തിൽ പ്രാണൻ ധരിക്കാൻ പ്രസാദിക്കണേ. നിന്തിരുവടിയുടെ ദിവ്യമായ ചരിതാമൃതം അപ്സര സ്ത്രീകൾ പാടുന്നത് അടിയനെ കേൾക്കുവാൻ അനുഗ്രഹിക്കണേ. നരഋഷഭനായ രഘുവീര, മഹാപ്രഭുവായ ദേവ, ആ കഥാമൃതം എന്നിൽ നിന്ന് ഉത്കണ്ഠകളെ കാർമേഘത്തെ കൊടുങ്കാറ്റ് പോലെ അകറ്റണേ. ജഗന്നായകൻ സിംഹാസനത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ഹനുമാനെ ഗാഠഗാഠം പുണർന്ന് സ്നേഹസ്വരത്തിൽ അരുളി ചെയ്തു, കവിവരനായ മാരുതി, നീ പറഞ്ഞതുപോലെയെല്ലാം തീർച്ച. എൻ്റെ ചരിത്രം ലോകത്തിൽ ഏത് കാലം വരെ പ്രചരിക്കുമോ അന്ന് വരെ ആയുസ്സും കീർത്തിയും നിനക്കുണ്ട്. ഈ പാരിടം എന്നോളം നിലനിൽക്കുമോ അന്ന് വരെ എൻ്റെ ചരിതം നിലനിൽക്കും. വാനരനായക, എൻ്റെ ഓരോ ഉപകാരത്തിനും എൻ്റെ ജീവൻ തന്നെയാണ് പ്രതിഫലമായിട്ടുള്ളത്. ബാക്കിയുള്ള ഉപകാരത്തിന് അനുജന്മാരും ഞാനും നിന്റെ കടപ്പുള്ളികളുമാണ്. ഹേ കപീശ്വര, നിന്റെ ഉപകാരങ്ങളെല്ലാം എൻ്റെ ശരീരത്തിൽ ലയിക്കട്ടെ. പ്രത്യുപകാരം ചെയ്യേണ്ടത് ആപത്ത് വരുമ്പോഴാണല്ലോ. അതില്ലാതിരിക്കട്ടെ. വൈഢൂര്യരത്നം നടുനായകമായൊരു അമേയ ചന്ദ്രഹാരം തിരുമാറിൽ ഉണ്ടായിരുന്നത് തന്തിരുവടി ഊരി ശ്രീ ഹനുമാന്റെ കണ്ടത്തിൽ അണിയിച്ചു. പൊന്നുമാമലയിൽ ശശാങ്കൻ എന്ന പോലെ ആ ദിവ്യമാല വെട്ടിത്തിളങ്ങി. ശ്രീരാമചന്ദ്രന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് കവികൾ യാത്രയ്ക്കൊരുങ്ങി. വാനരനായകൻ സുഗ്രീവനെയും ധർമ്മിഷ്ഠനായ വിഭീഷണനെയും കാകുത്സ്ഥൻ കെട്ടിപ്പുണർന്നു. ആ കണ്ണുകളിൽ നിന്ന് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഗദ്ഗത സ്വരത്തിൽ എങ്ങനെയോ യാത്ര ചോദിച്ചു. ദേവന്റെ വേർപാടിൽ ദുഃഖം കൊണ്ട് മൂർച്ഛിച്ച പോലെയായി ഏവരും. ദേഹത്തെ വിട്ടുപോകുന്ന പ്രാണനെ പോലെ അവർ ശ്രീരാമചന്ദ്രനെ വിട്ടുപിരിയുവാൻ തയ്യാറായി. രാവണാരിയുടെ അനുഗ്രഹം നേടിയ വാനരന്മാരും അസുരവരന്മാരും വിയോഗ ദുഃഖാശ്രു നിറഞ്ഞ കണ്ണുകളോടെ തൃപ്പാദാരവിന്ദങ്ങളിൽ മതിവരാത്ത മട്ടിൽ പിന്നെയും പ്രണമിച്ചുകൊണ്ട് സ്വസ്ഥഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ കവിരാക്ഷസ സത്തമന്മാരെയെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് സഹോദരന്മാരോടുകൂടി കൈലാസനന്ദനൻ സസുഖം വസിക്കുകയാണ്. അന്ന് ഒരു അപാരാഹ്നത്തിൽ തമ്പിമാരുമൊത്ത് സല്ലാപം ചെയ്തുകൊണ്ട് നരവരൻ ഇരിക്കുമ്പോൾ അമ്പരത്തിൽ നിന്ന് ഇപ്രകാരം മധുരമായ വാക്കുകൾ കേട്ടു. ഹേ പ്രഭോ, സൗമ്യനായ ശ്രീരാമചന്ദ്ര, ശാന്തസുന്ദരവദനത്താൽ എന്നെ ഒന്ന് തൃക്കൺ പാർക്കണേ. കുബേരഭവനത്തിൽ നിന്നും വന്ന പുഷ്പകമാണ് ഞാൻ. അവിടുത്തെ അനുവാദവും ആജ്ഞയും കൈക്കൊണ്ട ഞാൻ അവിടെ എത്തിയപ്പോൾ തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദുർനിര്യോധനായ ദശകന്ധരനെ കൊന്ന പുരുഷോത്തമൻ ശ്രീരാമൻ നിന്നെ തേടിക്കഴിഞ്ഞു. ദുർബുദ്ധിയായ രാവണനെ ബന്ധു
സുത മിത്രാദികളോടുകൂടി നിഗ്രഹിച്ചതിൽ അനൽപമായ സന്തോഷം എനിക്കുമുണ്ട്. പരമാത്മാവായ രഘുവരൻ ലങ്കയിൽ നിന്ന് നിന്നെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു. സൗമ്യനായ നീ ആ ദേവനെ തന്നെ വഹിക്കണം. പൂർണ്ണ അനുവാദം ഞാൻ തരുന്നു. ദിവ്യവാഹനമാണെങ്കിലും കാകുത്സനെ വഹിക്കുവാൻ സാധിച്ചാൽ എനിക്കത് വലിയൊരു നേട്ടമാണ്. ദുഃഖമെല്ലാം അകറ്റി സംശയലേശം കൂടാതെ ശ്രീരാമചന്ദ്ര സമീപത്തിലേക്ക് പോകൂ. മഹാത്മാവായ വിത്തേശന്റെ നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ സന്നിധിയിൽ വന്നു ചേർന്നതാണ്. എന്നെ സ്വീകരിച്ച് അനുഗ്രഹിക്കുവാൻ തിരുവുള്ളം ഉണ്ടാകണേ. സകല ഭൂതജാലങ്ങൾക്കും ദുരാദർശനായി അവിടുത്തെ ആജ്ഞാകാരനായി വൃദ്ധ്യനായി ധനേശന്റെ കൽപ്പന പ്രകാരം ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. ഇങ്ങനെ പുഷ്പകം പറയുന്നത് കേട്ട രാജരാജേശ്വരൻ തിരിച്ചു വന്ന ആ ദിവ്യവാഹനത്തോട് അരുളി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഉത്തമ ദിവ്യവാഹനമേ സ്വാഗതം. വൈശ്രവണാജ്ഞ കൊണ്ട് നമ്മൾ രണ്ടുപേർക്കും ദുർനയം സംഭവിക്കുന്നതല്ല. സുഗന്ധം വമിക്കുന്ന ഉത്തമ കുസുമങ്ങൾ, സൗരഭ്യം പരത്തുന്ന ധൂപങ്ങൾ എന്നിവയെ കൊണ്ട് മഹാബാഹുവായ ശ്രീ രഘുവരൻ പുഷ്പകത്തെ യഥാവിധി പൂജിച്ച് തുടർന്നു. ഹേ പുഷ്പകമേ, യഥേഷ്ടം പോയാലും ഞാൻ സ്മരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഹേ സൗമ്യ, സിദ്ധന്മാർ സഞ്ചരിക്കുന്ന മാർഗത്തിൽ കൂടി സ്വച്ഛന്തം ഗമിച്ചാലും ഒരു തരത്തിലും വിഷാദിക്കരുത്. ഒരിടത്തും ഒരു തരത്തിലും നിനക്ക് തടസ്സമുണ്ടാവുകയില്ല. ശ്രീരാമചന്ദ്രന്റെ പൂജയേറ്റ വിമാനം അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച് വിടവാങ്ങി ആശയമനുസരിച്ച് പോയി മറഞ്ഞു. പുണ്യാത്മാവായ പുഷ്പകം അദൃശ്യമായപ്പോൾ ഭരതൻ തൊഴുതുകൊണ്ട് അഗ്രജനോട് സവിനയം പറഞ്ഞു തുടങ്ങി. മഹാപ്രഭുവായ ജ്യേഷ്ഠ, ദേവാത്മാവായ അവിടുന്ന് പാർത്തലം പരിരക്ഷിക്കുമ്പോൾ അമാനുഷ സത്വങ്ങൾ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുന്നത് കേൾക്കുന്നു. യാതൊരു മനുഷ്യനും അഴല് ഏശാതെ തന്നെ മാസങ്ങൾ കഴിഞ്ഞു. വൃദ്ധപ്രാണികളുടെ സമീപത്തുകൂടി അന്തകൻ അടുക്കുന്നില്ല. സ്ത്രീകൾ വിഷമമില്ലാതെ നോവറിയാതെ അവിടുത്തെ അനുഗ്രഹത്താൽ പ്രസവിക്കുന്നു. നരന്മാർ മുഴുവൻ ആരോഗ്യ ദൃഢഗാത്രരാണ്. പ്രജകൾക്കെല്ലാം ഹർഷമാണ് അടിക്കടി വളരുന്നത്. അമൃതൻ തുള്ളികൾ പോലെ കാർമേഘം യഥാകാലത്തിൽ വർഷിക്കുന്നു. സുഖപ്രദമായ കാറ്റ് എല്ലായ്പ്പോഴും എല്ലായിടത്തും വീശുന്നു. എല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ തമ്പുരാൻ ഈ മട്ടിൽ നീണാൽ വാഴട്ടെ എന്ന് പ്രതിദിനം പ്രാർത്ഥിക്കുന്നു. അനുജന്റെ മധുരമായ വാക്കുകൾ കേട്ട രഘുവര തിലകൻ ഏറ്റവും സന്തുഷ്ടനായി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.